ഹലോ എവ്രി വൺ, അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കുവൈറ്റിലേക്ക് ഓൾറെഡി വന്ന നേഴ്സസൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കുറേ പേര് കാണാൻ എനിക്കും പറ്റി, അവരൊക്കെ ഹാപ്പിയാണ്. എന്തായാലും കുറച്ച് പേർക്കൊക്കെ സാലറി കിട്ടി തുടങ്ങി. സാലറി കിട്ടാനൊക്കെ ഡിലേ ആയപ്പോൾ കുറച്ച് പേർക്ക് കൺസേൺ ഉണ്ടായിരുന്നു. എങ്കിലും സാലറി കിട്ടി തുടങ്ങിയത് കൊണ്ട് അവർ ഹാപ്പിയാണ്. എന്തായാലും ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തന്നെ ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേർക്ക് പല ചാനലിൽ കൂടെ എല്ലാം ഹെൽപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഒരുപാട് ഉത്തരങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും പലരോട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് വരാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്കിലും വീണ്ടും വീണ്ടും ചില സംശയങ്ങൾ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ പോലും വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഉള്ള ഉത്തരം തന്നെയാണ് വീണ്ടും ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്നോട് ചോദിച്ചിരിക്കുന്നത് ഗ്യാപ്പിൻ്റെ പ്രശ്നം തന്നെയാണ്. പലപ്പോഴും നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് 10 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ കുറച്ച് ഗ്യാപ്പുണ്ട്, 2 വർഷം ഗ്യാപ്പുണ്ട്, പിന്നീടാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയതെന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഓഫർ ലെറ്റർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അവർ ഇഗ്നോർ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊരു ഗ്യാപ്പ്, ആ ഒരു 2 ഇയേഴ്സ് 3 ഇയേഴ്സ് ഗ്യാപ്പ് അവർ കൺസിഡർ ചെയ്യുന്നില്ല പ്രസൻ്റ്ലി വർക്കിംഗ് ആണെങ്കിൽ. അല്ലാത്തവരും അപ്ലൈ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്യാപ്പ് ഒരു വലിയ മേജർ ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഓഫർ ലെറ്റർ കിട്ടിയെങ്കിൽ ഗ്യാപ്പ് ഒരു പ്രശ്നമല്ല. ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഗ്യാപ്പ് പ്രശ്നമാണ്, നിങ്ങൾ തിരിച്ചു വിടും, അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ്, ഇനി ഓഫർ ലെറ്റർ വന്നു പക്ഷേ അതിനുശേഷം യാതൊരു അപ്ഡേറ്റ്സ് ഇല്ല, ഒന്നുമില്ല എന്നുള്ള കാര്യം. ഓഫർ ലെറ്റർ വന്നതിന് ശേഷം വിസ വരാതിരിക്കുമോ, അല്ലെങ്കിൽ മെഡിക്കൽ അയച്ചു കൊടുത്തു, സർട്ടിഫിക്കറ്റ് എല്ലാം അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തു, ഇനി വിസ വരാതിരിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. സാധാരണഗതിയിൽ ഓഫർ ലെറ്ററിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സ് അല്പം ഡിലേ ആയാൽ പോലും വരേണ്ടതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും തടസ്സം നേരിടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, വരും എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വരേണ്ടതാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ. ഇനി ചില ആളുകൾക്ക് ഓഗസ്റ്റിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്, ഇതുവരെയും പിന്നെ അതിന് ശേഷം ഒന്നും നടന്നിട്ടില്ല. അങ്ങനെയുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് എനിക്ക് എന്ത് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. കാരണം അതിന് ശേഷം ഇൻ്റർവ്യൂ കഴിഞ്ഞ ആളുകൾക്ക് പോലും പല പ്രൊസീഡിങ്സും മുന്നോട്ട് നടന്നു. അപ്പോൾ ഇനി ഓഗസ്റ്റിലുള്ള ആളുകൾക്ക് വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ചില ആളുകൾക്ക് പക്ഷേ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ മെയിലെല്ലാം ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം ഒക്ടോബറിൽ അവർക്ക് ഫർദർ പ്രൊസീഡിങ്സിനുള്ള മെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് എന്നത്തേക്കാണ്, ഇനി വെയിറ്റ് ചെയ്യണോ എന്ന് ചോദിക്കുന്നതിനുള്ളൊരു ആൻസർ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. പിന്നെ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് PCC നേരത്തെ എടുത്തു വെക്കണം. ഒരിക്കലും എടുത്തു വെക്കാതിരിക്കുകയാണ് നല്ലത്. വിസ വന്നതിന് ശേഷം മാത്രം PCC എടുക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ലോക്കൽ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച്, ലോക്കൽ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ വളരെ കുറവായിട്ടാണ് നടക്കുന്നുള്ളൂ. പക്ഷേ എങ്കിലും അവിടെ നമ്മൾ പോയി അന്വേഷിക്കുകയാണെങ്കിൽ നമ്മൾ എന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കും, അല്ലെങ്കിൽ മെയിൽ വരും, അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ഇവിടെ ഉള്ളവർക്ക് അപ്ഡേറ്റ്സ് ഉണ്ട്. അതുപോലെ നമുക്ക് സെലക്ഷൻ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചും അവർ നമ്മളോട് ഇൻഫോം ചെയ്യാറുണ്ട്, നേരിട്ട് പോയി അന്വേഷിച്ചാൽ. പിന്നെ കുറച്ച് പേര് ചോദിച്ചത്, ഡൽഹിയിൽ ഇപ്പോൾ അറ്റസ്റ്റേഷൻ ചെയ്യുന്നില്ലെന്ന് ഏജൻസി പറഞ്ഞു, ബോംബെയിൽ ചെയ്യാൻ പറ്റുമോയെന്ന്. തീർച്ചയായിട്ടും ബോംബെയിലും ചെയ്യാം, ബോംബെ ത്രൂവും ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്. അപ്പോൾ അത് വലിയ പ്രശ്നമില്ല. പിന്നെ ഫ്രഷേഴ്സിനെ എടുക്കാൻ എന്തായാലും ഇവിടെ മിനിമം 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ട് ഫ്രഷേഴ്സിന് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇനി പ്രൈവറ്റിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈവറ്റിൽ ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് ഏജൻസീസ് എടുക്കുന്ന ആ വഴി വരണോ, അതെയോ ഇവിടെ വന്നതിന് ശേഷം ജോലി സെർച്ച് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് വിസയിലോ അല്ലെങ്കിൽ ഫാമിലി വിസയിലോ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് പ്രൈവറ്റിൽ ജോലി അന്വേഷിക്കാം. പ്രോമെട്രിക് പാസ് ആവണം. പിന്നെ നാട്ടിൽ നിന്ന് ഏജൻസി വഴി വരുന്നതും തെറ്റില്ല, പക്ഷേ സാലറിയിൽ വളരെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ഏജൻസി നിങ്ങൾക്ക് എത്ര സാലറി തരുന്നോ അത് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ മാറി വരികയാണെങ്കിൽ നമ്മൾക്ക് ഒരുപക്ഷെ കുറച്ചും കൂടി ബെറ്റർ സാലറി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ജോലി ഉറപ്പ് എന്ന് കിട്ടുമെന്നതിനെക്കുറിച്ച് ഗ്യാരണ്ടി ഇല്ല. നാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ നമ്മളൊരു ജോബോട് കൂടെയാണ് വരുന്നത്. അപ്പോൾ ഒരു ജോബ് ഉണ്ട് എന്നുള്ളൊരു ഉറപ്പുണ്ട്. അതാണ് എൻ്റെ വ്യത്യാസമുള്ളൂ. പിന്നെ ചോദിച്ചിരിക്കുന്ന മെയിൽ നഴ്സസിൻ്റെ യൂണിഫോമിനെ കുറിച്ചാണ്. മിക്കവാറും മെയിൽ ആൻഡ് ഫീമെയിൽ ആരാണെങ്കിലും വൈറ്റ് ഷർട്ട് ആൻഡ് വൈറ്റ് പാൻറ്റാണ്. പക്ഷേ ചില ഡിപ്പാർട്ട്മെൻറ്റ്സിൽ സ്ക്രബ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അവരും ഇതുപോലെ തന്നെ വൈറ്റ് ഷർട്ടും വൈറ്റ് യൂണിഫോം ഇട്ടതിന് ശേഷം അവിടെ ചെന്ന് ചേഞ്ച് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വൈറ്റ് യൂണിഫോം നിങ്ങൾ കൊണ്ടുവരിക. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ പാറ്റേൺ മനസ്സിലാകും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക.
പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പലരും ചോദിച്ചിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് എന്തായാലും അറ്റസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഇതിനോടൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും. എല്ലാ സർട്ടിഫിക്കറ്റ് അവർ പറഞ്ഞിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ട് വരിക തന്നെയാണ് നല്ലത്. കാരണം ഇവിടെ വന്നതിന് ശേഷം ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്ന് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും ഫോർമാലിറ്റീസും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. നാട്ടിൽ നിന്ന് അവർ പറഞ്ഞിരിക്കുന്ന അറ്റസ്റ്റേഷൻ എല്ലാം കഴിഞ്ഞിട്ട് വരിക. മെഡിക്കൽ ചെയ്ത് അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് ചോദിച്ചിട്ടുണ്ട്. മെഡിക്കൽ അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ 3 months കഴിഞ്ഞ് നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് മാറണം നിർബന്ധമാണോ എന്ന്. ഒരുപാട് പേർ ഹോട്ടലിൽ നിന്നും പിന്നെ ഹോസ്റ്റലിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ അവർ നിർബന്ധിച്ച് നമ്മളെ പുറത്തേക്ക് വിടുന്നില്ല. ഒരുപക്ഷെ സാലറി കിട്ടി കഴിയുമ്പോൾ അവർ പുറത്തേക്ക് വിടുവോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷേ ഇപ്പോഴും വന്ന നേഴ്സസൊക്കെ ഈ ഹോസ്റ്റലിൽ തന്നെയാണ് ഉള്ളത്. കുറേ പേര് വെളിയിൽ പോയിട്ടുണ്ട് കേട്ടോ. അത് അവരുടെ ഓൺ ഡിമാൻഡിൽ പോയതാണോ അതെയോ അവരെ നിർബന്ധിച്ച് വിട്ടതാണോ എന്നതിനെക്കുറിച്ച് എനിക്ക് ക്ലാരിറ്റി ഇല്ല. പക്ഷേ കുറേ പേരും ഹോസ്റ്റലിൽ ഇപ്പോഴും ഉണ്ട്. പിന്നെ സെയിം ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യാൻ ഹസ്ബൻഡിനും വൈഫിനും സെയിം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച്. ഒരു പക്ഷേ ഇവിടെ നമ്മൾക്ക് അങ്ങനെ സെയിം ഡിപ്പാർട്ട്മെൻറ്റിൽ പറ്റില്ല, സെയിം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാം. ഇവിടെ വന്ന് നമ്മളിപ്പോൾ ജോലിക്ക് കയറിയതിന് ശേഷം ഇവിടുത്തെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ട്രാൻസ്ഫറാണ്. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഫർവാനി ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് അതാൻ വേറൊരു റീജിയനിലോട്ട് മാറണമെങ്കിൽ അവിടെയുള്ള നേഴ്സിന് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കുറേ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷമുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ജോയിൻ ചെയ്തതിന് മുമ്പ് ഒരു പക്ഷേങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടെ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ജോയിൻ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നമ്മൾക്ക് കുറേ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മ്യൂച്വൽ എക്സ്ചേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് മെയ്റ്റന്മാരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ. പിന്നെ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട് അവരുടെ എക്സ്പീരിയൻസ് ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിലല്ല പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ അത് നമുക്ക് പ്രശ്നമാവുമോ എന്നുള്ളത്. ഒരിക്കലും ഒന്നും നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓറിയൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ക്യാൻസർ ഹോസ്പിറ്റലിൽ തന്നെ യാതൊരു ഓൺകോളജി എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരുപാട് നേഴ്സസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വ്യാകുലപ്പെടേണ്ട. അത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഓറിയൻറ്റേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട. പിന്നെ ഒരു കാര്യം ചോദിച്ചിരിക്കുന്നത് ലോൺ കിട്ടുമോ എന്ന്. അപ്പോൾ ലോണിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇവിടെ നടന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ചില ബാങ്കുകൾ ലോൺ കൊടുക്കുന്നില്ല, എന്നാൽ മറ്റു ചില ബാങ്കുകൾ ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കും നിങ്ങൾ ഏത് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുള്ളത്. ഗൾഫ് ബാങ്കിൽ ലോൺ കൊടുക്കുന്നില്ല എന്നാണ് കേട്ടത് ഇതുവരെയും. മറ്റ് ചില ബാങ്കുകൾ ലോൺ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം അന്വേഷിച്ച് കണ്ടുപിടിക്കാം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എത്രയും പെട്ടെന്ന് ഇവിടെ എത്തട്ടെ, വന്നവർക്ക് സാലറി കിട്ടട്ടെ, നല്ല രീതിയിൽ ജോലി ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ. എല്ലായിടത്തും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല. ബട്ട് എങ്കിലും കുറേ ആളുകളും ഹാപ്പിയാണ്, അവർ സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ പറയുന്നുള്ളൂ. അതിന് ദൈവത്തിന് നന്ദി പറയുക. ഇനിയിപ്പം പല കാരണങ്ങളാൽ സെലക്ഷൻ കിട്ടാതെയൊക്കെ ഇരിക്കുന്നവർ വിഷമിക്കേണ്ട. ബെറ്റർ ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.